പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിക്കാട് സപ്ലൈകോ വിതരണ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. എംഎൽഎ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെയും സബ്സിഡി ഇനങ്ങളിൽപ്പെട്ട അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി.സി. ബെന്നി അധ്യക്ഷനായിരുന്നു. പി.കെ. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഡേവിസ് കരിപ്പായി, ലിൻസൺ നടവരമ്പൻ, പ്രിൻസൺ മുണ്ടൻമാണി, കെ.ടി. വർഗീസ്, ജോർജ് ടി.എൽ, പൗലോട്ട് കണ്ണത്ത് എന്നിവർ സംസാരിച്ചു. നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിനാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവിതരണ സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനം ഈ രാജ്യത്ത് ആരംഭിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ന്യായമായ വിലയിൽ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള റേഷൻ സമ്പ്രദായവും ഒക്കെ ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കിലോ തക്കാളിയുടെ വില ഇന്ന് എത്രയാണ്? 100 രൂപയിലേക്ക് അടുത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഓരോ പച്ചക്കറികളും നിത്യോപയോഗ സാധനവും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഇന്ന് തീവില കൊണ്ട് ജനങ്ങൾക്ക് ഇതൊന്നും മേടിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടണം. ഇവിടുത്തെ സപ്ലൈകോ മാർക്കറ്റുകളിൽ ഇന്ന് ഒരു സാധനങ്ങളും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. നമുക്കറിയാം, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. അവർ പ്രകടനപത്രികയിൽ കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. 13 ഇനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ആ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ അതിൻ്റെ വില ഇന്ന്